കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ കുറ്റം ചെയ്തതായി പോലീസ്. 3 വർഷത്തിൽ താഴെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചെയ്തുവെന്നും എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നും നോട്ടീസ്. അതേസമയം പ്രിൻസിപ്പലിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രതികളായ SFI പ്രവർത്തകർക്കെതിരെ നടപടിയില്ല. വിവരങ്ങളുമായി നയൻതാര ചേരുന്നുണ്ട്. നയൻതാര, ഗുഡ് മോർണിംഗ്. വളരെ വിചിത്രമായ നടപടിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഒരു പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു, അതിന് തെളിവുകൾ ഉണ്ടായിട്ട് പോലും അവർക്കെതിരെ SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കാതിരിക്കുക, പകരം ഈ മർദ്ദനം ഏറ്റുവാങ്ങിയ പ്രിൻസിപ്പൽ SFI പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കുക. എന്താണ് ഇവിടെ നടക്കുന്നത്? മോത്തി, നിലവിൽ 2 കേസുകളാണ് പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. ഒന്ന് പ്രിൻസിപ്പലിനെതിരെ ഉള്ളതും അതുപോലെ SFI പ്രവർത്തകർക്കെതിരെയുള്ള. ഇതിൽ പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു എന്ന് SFI നൽകിയ, അതായത് SFI ഏരിയ പ്രസിഡന്റ് അഭിനവിനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അതായത് 3 വർഷത്തിൽ താഴെയുള്ള തടവ് ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ട് എന്നും അതുപോലെ ഏത് നിമിഷം വിളിച്ചാലും ഹാജരാണോ എന്ന് കാണിച്ച് ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. ഈ സമയം തന്നെ നോട്ടീസ് നൽകിയതിന് ശേഷം ഇതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇതിനെതിരെ പ്രിൻസിപ്പൽ സൈബർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇദ്ദേഹം സാക്ഷികളെ സ്വാധീനിക്കാനോ മറ്റോ ശ്രമിക്കുകയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടാൽ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ 7 വർഷത്തിൽ താഴെ തടവ് ലഭിക്കാവുന്ന കേസുകളിൽ പലപ്പോഴും ഇത്തരത്തിൽ നോട്ടീസ് നൽകി വിടാറുമുണ്ട്. ഇതിനിടയിൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, SFI അതായത് പ്രിൻസിപ്പൽ SFIക്കെതിരെ നൽകിയ പരാതി 4 പേരടക്കം കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് പ്രിൻസിപ്പൽ പരാതി നൽകിയത്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. പ്രിൻസിപ്പലിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നൽകിയതാണ്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് പോലും പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ ഇതുവരെ പോലീസ് നടപടിയെടുത്തിട്ടില്ല. അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഗുരുദേവ കോളേജിൽ സംഭവിക്കുന്നത്. അതായത് ബിരുദ പ്രവേശനത്തിന് ഹെൽപ്പ് ഡെസ്ക്. ഏതായാലും നമ്മൾ ഈ തുല്യനീതി ഉറപ്പാക്കണമെന്നൊക്കെ വാക്കുകളാൽ പറയാമെന്ന് മാത്രം തുല്യനീതിയൊന്നും ആർക്കും ലഭിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രിൻസിപ്പൽ പരാതി കൊടുത്തു, SFI പ്രവർത്തകർ പരാതി കൊടുത്തു. 2 പരാതിയിലും ഒരുപോലെ പരിഗണന ഉണ്ടാവണ്ടേ?